നട്ടെല്ല് തകർന്നവരെ ഉപയോഗിച്ച് ഡോക്ടർ പി.എസ്. ജോൺ കോട്ടയത്ത് നടത്തുന്ന ചികിത്സാ പരീക്ഷണത്തിന് സർക്കാരും കുടപിടിക്കുന്നു. ചികിത്സയ്ക്ക് സർക്കാർ അനുമതിയില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും 2011 അന്നത്തെ ആരോഗ്യമന്ത്രി അടൂർ പ്രകാശ് നിയമസഭയിൽ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ചികിത്സാ രീതികൾ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കണ്ടെത്തുകയും ഒരു തവണ ചികിത്സ നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. 2011 ഒക്ടോബർ 24 കൊണ്ടോട്ടി MLA കെ മുഹമ്മദ് ഹാജി ചികിത്സാ പരീക്ഷണം സംബന്ധിച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി അടൂർ പ്രകാശിനോട് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യവും ലഭിച്ച മറുപടിയും കാണുക. നട്ടെല്ല് തകർന്നവരെ ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സാ പരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ അനുമതി ഇതിന് ഇല്ലെന്നും മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. തുടർന്ന് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാട്ടി ഡിസംബർ 14 മന്ത്രി MLAക്ക് കത്തും നൽകി. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. ഇരകൾ പരാതി നൽകിയതിനെ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ പി.എസ്. ജോണിന്റെ ചികിത്സയെക്കുറിച്ച് പരിശോധന നടത്തി. എത്തിക്സ് കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ചികിത്സാ രീതിയാണിതെന്ന് കണ്ടെത്തിയിരുന്നതായി IMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജയകൃഷ്ണൻ പറയുന്നു. ഈ ചികിത്സയ്ക്ക് വിധേയരായ ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകുകയും ഈ പരാതി ഞങ്ങൾ മെഡിക്കൽ കൗൺസിലിന് നൽകുകയും മെഡിക്കൽ കൗൺസിൽ വളരെ വിശദമായി ഇത് പഠിക്കുകയും മെഡിക്കൽ കോളേജിലെ 3 പ്രൊഫസർമാരുൾപ്പെട്ട ഒരു കമ്മിറ്റി വിശദമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അവരും ഇത്തരമൊരു ചികിത്സ നിലവിലില്ലെന്നും ഇത് അടിയന്തരമായി നിർത്തിവെക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. 3 മാസത്തോളം ചികിത്സ നിർത്തിവെച്ച ഡോക്ടർ പി.എസ്. ജോൺ കോടതി ഇടപെടലിലൂടെയാണ് ഇത് പുനരാരംഭിച്ചത്. 100 കണക്കിന് രോഗികളുടെ പരാതി നിലനിന്നിട്ടും സർക്കാർ ഇതിനെ കോടതിയിൽ എതിർത്തുമില്ല. സംസ്ഥാനത്തുടനീളമുള്ള 100 കണക്കിന് രോഗികൾ ഇയാളുടെ വഞ്ചനയ്ക്കിരയായതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്ത സർക്കാർ ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിലെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണത്തിന് തയ്യാറാകണം. നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായാൽ ആയിരക്കണക്കിന് രോഗികൾ പരാതികളുമായി രംഗത്ത് വരികയും ചെയ്യും. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.